അമീലിയയ്ക്ക് രാവിലെ കാപ്പിയും ഉച്ചയ്ക്ക് ചായയും വൈകുന്നേരം ഹോട്ട് ചോക്ലേറ്റും ഒരുപാടിഷ്ടമായിരുന്നു. അവൾക്ക് അവയെ അത്രയധികം ഇഷ്ടമായിരുന്നതുകൊണ്ട് അവശേഷിപ്പിച്ച ഒഴിഞ്ഞ മഗ്ഗുകളെക്കുറിച്ച് അവൾ പലപ്പോഴും മറന്നുപോയിരുന്നു. താമസിയാതെ ഒഴിഞ്ഞ മഗ്ഗുകൾ പെരുകാൻ തുടങ്ങി. അവ അവളുടെ മേശപ്പുറത്തും കട്ടിലിനടിയിലും അവളുടെ പാഠപുസ്തകങ്ങളുടെ മുകളിലുമുണ്ടായിരുന്നു. അവരുടെ മുറിയിൽ ഒരു സെറാമിക് വനം വളരുന്നതുപോലെയായിരുന്നു അത്. അവളുടെ റൂംമേറ്റ് ക്ലോയി ക്ഷമയോടെ പെരുമാറാൻ ശ്രമിച്ചു. ആദ്യം അവൾ ഒന്നോ രണ്ടോ മഗ്ഗുകൾ സിങ്കിലേക്ക് മാറ്റി. പക്ഷേ മഗ്ഗുകൾ ചെറിയ ദാഹിച്ചെത്തിയ അധിനിവേശക്കാരെപ്പോലെ വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാവിലെ ക്ലോയി ഉണർന്നു. അവളുടെ പ്രിയപ്പെട്ട മഗ് എവിടെയും കണ്ടെത്താനായില്ല. അവൾ എല്ലായിടത്തും തിരഞ്ഞു. പക്ഷേ അവൾക്ക് അമീലിയയുടെ ഒഴിഞ്ഞ മഗ്ഗുകൾ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അന്ന് വൈകുന്നേരം അമീലിയ അവളുടെ ഷെൽഫിൽ നിന്ന് ഒരു പുസ്തകമെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒഴിഞ്ഞ മഗ്ഗുകളുടെ ഒരു കൂമ്പാരം അപകടകരമാവിധമാടി. ക്രാഷ്! അവ താഴെ വീണു. ഭാഗ്യവശാൽ പൊട്ടിയില്ല, പക്ഷേ വലിയ ശബ്ദമുണ്ടാക്കി. ക്ലോയി അകത്തേക്ക് വന്നു. മഗ് അവലാഞ്ച് കണ്ടു. ദീർഘനിശ്വാസമെടുത്തു. അമീലിയ, അവൾ സൗമ്യമായി പറഞ്ഞു, ഒരുപക്ഷേ അടുക്കള സിങ്കിലേക്ക് ഒരു മഗ് മൗണ്ടൻ പര്യവേഷണം നടത്താൻ സമയമായി കാണും. അമീലിയ മഗ്ഗുകളുടെ കടലിലേക്കും പിന്നീട് ക്ലോയിയുടെ ദയയുള്ള മുഖത്തേക്കും നോക്കി. അവളുടെ ശീലം തനിക്കു മാത്രമല്ല, ക്ലോയിക്കും ഒരു പ്രശ്നമായി മാറുന്നുവെന്ന് അവൾ മനസ്സിലാക്കി. നീ പറഞ്ഞത് ശരിയാണ്, അവൾ പറഞ്ഞു. ഓപ്പറേഷൻ മഗ് റെസ്ക്യൂ ആരംഭിച്ചു. അമീലിയ മഗ്ഗുകൾ ശേഖരിക്കാൻ തുടങ്ങി. ചിലത് ഒട്ടിപ്പിടിച്ചിരുന്നു. ചിലതിൽ ഉണങ്ങിയ ചായപ്പൊടിയുണ്ടായിരുന്നു. ഒന്നിനൊരു ചെറിയ മറന്നുപോയ ബിസ്ക്കറ്റ് കഷ്ണവുമുണ്ടായിരുന്നു. അവൾ വിചാരിച്ചതിലും വലിയ ജോലിയായിരുന്നു അത്. ഒരുപാട് ഉരച്ചു കഴുകി, അല്പം പാട്ടുപാടി അമീലിയ എല്ലാ മഗ്ഗുകളും കഴുകി. സിങ്ക് നിറഞ്ഞു, പിന്നെ ഒഴിഞ്ഞു, പിന്നെ വൃത്തിയുള്ള തിളങ്ങുന്ന മഗ്ഗുകൾ കൊണ്ട് വീണ്ടും നിറഞ്ഞു. ക്ലോയി തിരിച്ചെത്തിയപ്പോൾ അവരുടെ മുറി വൃത്തിയായിരുന്നു. എല്ലാ മഗ്ഗുകളും കഴുകി ഭംഗിയായി വെച്ചിരുന്നു. അമീലിയ പുഞ്ചിരിച്ചു. അന്നു മുതൽ അവൾ ഓർത്തു, ഒഴിഞ്ഞ മഗ് സിങ്കിലാണ് വെക്കേണ്ടത്, ഷെൽഫിലല്ല.